ജീവിതത്തില് പ്രതിസന്ധികൾ എന്താണ്? സർവ്വസാധാരണമാണ്. ശരിയല്ലേ? പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. ഈ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ജീവിതമാണ്, നിരന്തരമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകും കേട്ടോ. അങ്ങനെയാണ് പ്രതിസന്ധികൾ. നമ്മൾ എവിടെ ഇരുന്നാലും പ്രശ്നങ്ങൾ നമ്മളെ തേടി എത്തുന്നതാണ് കേട്ടോ. അതങ്ങനെയാണ്. അപ്പം ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിലാണ് കാര്യം കേട്ടോ. നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയം അടിസ്ഥാനമാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള എബിലിറ്റിയിലാണ് കേട്ടോ. നമ്മൾ എങ്ങനെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മളുടെ ജീവിത വിജയം കേട്ടോ. പ്രതിസന്ധികളെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം കേട്ടോ. അതാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ദുരനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് നമ്മൾ പ്രതിസന്ധികളെ ക്ഷമയോടെ സ്ഥൈര്യം നേരിടുക കേട്ടോ. ക്ഷമയോടെ വേണം ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടുവാൻ കേട്ടോ. അക്ഷമയോടെ പ്രതിസന്ധികളെ നേരിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരുപാട് പൊട്ടിത്തെറികളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകും. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളായാലും പോരായ്മകളായാലും അതിനെ ക്ഷമയോടെ സ്ഥൈര്യം നേരിടുക കേട്ടോ. അതുപോലെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ? ആലോചിച്ച് വേണം ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും കൈക്കൊണ്ടുപോകാൻ കേട്ടോ. ആലോചന കൂടാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു തീരുമാനങ്ങളും കൈക്കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് യാതൊരു തീരുമാനങ്ങളും എടുക്കുവാൻ പാടില്ല കേട്ടോ. അത് എപ്പോഴും മനസ്സിലാക്കണം. ദേഷ്യത്തോടെ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ പിന്നീട് എന്ത് ചെയ്യും? ഒരു വലിയൊരു ദുഃഖത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ദേഷ്യത്തോടെ ഒരു തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് ആലോചിച്ച് നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുക. തീരുമാനങ്ങൾ കൈക്കൊള്ളുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുക.